യേശുവിന്റെ തിരുപ്പിറവിയും 2017 വരവേൽക്കുന്ന ഈ അവസരത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ബർമിംഗം കേരളവേദിയുടെ പേരിൽ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ക്രിസ്തുമസും പുതുവത്സരവും ഓർമ്മ വെച്ച നാൾ മുതൽ ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിനെ കുറിച്ചോ പുതുവത്സരത്തെ കുറിച്ചോ അധികമൊന്നും പറയേണ്ട ആവശ്യകതയുമില്ല. ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും ക്രിസ്തുമസ് എന്താണെന്നും സാന്താക്ലോസ് എന്താണെന്നും പുതുവത്സരം എന്താണെന്നും എല്ലാം വളരെ വ്യക്തമായി അവർ പറഞ്ഞു തരും. എങ്കിലും ആശംസ നേരുക എന്ന കർത്തവ്യം എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ടും വളരെയേറെ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാനുള്ളതുകൊണ്ടും ക്രിസ്തുമസ് പുതുവത്സരത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായി പറഞ്ഞുകൊള്ളട്ടെ. സ്നേഹം മണ്ണിൽ പിറന്നതിൻ്റെ ഓർമ്മയായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന അവസരമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ജർമ്മനിയിൽ നിന്നാണ് തുടക്കമിട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ക്രിസ്തുമസ് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷം എന്നതിനുമപ്പുറം ഏവർക്കും സന്തോഷം പകരുന്ന ഒരു അവസരമായി മാറിയിരിക്കുകയാണ്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കുവാനുമുള്ള ഒരു അവസരമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതു തന്നെ. പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ക്രിസ്തുമസിന്റെ മൂല്യം നമുക്ക് നഷ്ടമാകുന്നത്. തന്നെ പങ്കുവച്ചും ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകി നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച യേശുവിനെ എത്ര കണ്ട് നമുക്ക് അനുകരിക്കുവാനും അനുഗമിക്കുവാനും സാധിക്കുന്നുണ്ട് എന്നതാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. പുതുവത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുല്യവും നൂതനവുമായ അനേകം പദ്ധതികളായിട്ടാണ് പുതുവത്സരം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. കൊക്കിലൊതുങ്ങാത്തതും പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കാത്തതുമായ എത്രയോ പുതുവത്സര പ്രഖ്യാപനങ്ങൾ കടന്നുപോയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സമകാലീനമായ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ടിരിക്കാം. അതിൽ വാട്ട് ഈസ് ലൈഫ് അബൌട്ട് എന്ന ചോദ്യത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഉത്തരം കാണുവാൻ സാധിച്ചു. അതിങ്ങനെയാണ്: When I woke up this morning, I asked myself what is life about and found answer in my room. The fan said be cool. The ceiling said aim high. The window said see the world. The clock said every minute is precious. The mirror said reflect before you act. The calendar said be up to date. The door said push hard for your goals. The floor said kneel down and pray. ഓരോ പുതുവർഷം കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ വിലപ്പെട്ട ആയുസ്സിന്റെ ഒരു വർഷമാണ് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. In this new year, let us be happy. Being sad, angry, overthinking isn't worth it anymore. Just let things flow. Be positive. ഇന്നലകളിലെ നഷ്ടത്തെ പറ്റി ഓർക്കാതെ ശുഭപ്രതീക്ഷകളോടെ നാളേക്കായി കാത്തിരിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, Gina.